ഹലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് കുട്ടികളും പാരൻസും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് സ്കോൾ കേരളയുടെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വർഷത്തെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് +1 സ്കൂളിൽ ഇപ്പം മേ ബി അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇനി പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് JEE NEET പോലുള്ള എക്സാംസിന് വേണ്ടി വീട്ടിലിരുന്നു കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോൾ കേരള ഓപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവാം. അതല്ല തൊട്ടടുത്തുള്ള സ്കൂളിലോ മറ്റോ നിങ്ങൾ ആഗ്രഹിച്ച കോമ്പിനേഷൻ കിട്ടാത്തവരുണ്ടാവും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള തന്നെ ഓഫർ ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള വാലിഡിറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ യാതൊരു ചാൻസും ഇല്ലാത്ത ഓപ്പൺ റെഗുലർ പ്രോഗ്രാമാണ് ആക്ച്വലി സ്കോൾ കേരള എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബേസിക്കലി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് +1 +2 കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് നിബന്ധനകളും അതുപോലെ തന്നെ മുഴുവനായിട്ട് വീട്ടിലിരിക്കില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളിൽ പോയിട്ട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് സ്കോൾ കേരള വഴി ഓഫർ ചെയ്യുന്നത്? മെയിൻലി ഹയർ സെക്കൻഡറി തലത്തിൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ +1 +2 കോഴ്സുകളിൽ 4 വിഭാഗങ്ങളാണ് ആക്ച്വലി 4 കാറ്റഗറിയാണ് ഓഫർ ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ റെഗുലർ കോഴ്സ് എന്ന് പറയും. ഇത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ചൂസ് ചെയ്യാം. ഈ ഓപ്പൺ റെഗുലറിൻ്റെ പ്രത്യേകത, നമ്മൾ സർട്ടൻ ദിവസങ്ങളിൽ സ്കൂളിൽ പോകണം, ലാബിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് സ്കൂളുകളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ സ്കൂളിംഗ് പ്ലസ് റെഗുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ റെഗുലർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്വന്തമായിട്ടാണ് നമ്മൾ പഠനം മുഴുവൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ തിരഞ്ഞെടുത്ത സ്റ്റഡി സെൻറ്റേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവധി ദിവസങ്ങളിൽ കോണ്ടാക്ട് ക്ലാസ്സുകൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. ലാബ് ഉള്ളതുകൊണ്ട് തന്നെ സയൻസ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഓപ്പൺ റെഗുലർ മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. പിന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലുമുള്ള കുട്ടികൾക്ക് ലാബിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത കോഴ്സുകൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പ്രോജക്റ്റ്, അസൈൻമെൻറ്റ് ഇവ തയ്യാറാക്കാൻ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിനായി 1ഉം 2ഉം വർഷങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ മുഖേന 2 ദിവസത്തെ ഓറിയന്റേഷൻ ക്ലാസ്സുകളാണ് ഉണ്ടാവുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള കോണ്ടാക്ട് ക്ലാസ്സുകളോ ലാബ് ക്ലാസ്സുകളോ ഒന്നും ഉണ്ടാവില്ല. ആകെ 2 ദിവസത്തെ ഓറിയന്റേഷൻ ക്ലാസ്സാണ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിന് സർട്ടൻ കാറ്റഗറി ഉള്ള ആളുകൾക്ക്, അതായത് എല്ലാ കോമ്പിനേഷൻസും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ സ്പെഷ്യൽ കാറ്റഗറി തന്നെ പാർട്ട് 3 വരുന്നുണ്ട്, സബ്ജക്ട് കോമ്പിനേഷൻ അനുസരിച്ച്. പിന്നെ ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷ പ്രവേശനം അല്ലെങ്കിൽ പുനഃപ്രവേശനം എന്ന് വെച്ചാൽ ഓൾറെഡി +1 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് +2ൽ സ്കോൾ കേരളയിലേക്ക് മാറാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ അത് എല്ലാവർക്കും കഴിയില്ല. അതിന് സർട്ടൻ നിബന്ധനകളൊക്കെ ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, +1 +2 എഴുതിയെടുക്കാൻ പറ്റും. റെഗുലറായിട്ട് കുട്ടികളുടെ കൂടെ നോർമലി കേരളത്തിൽ നടക്കുന്ന +1 +2 പബ്ലിക് എക്സാമിൻ്റെ കൂടെ തന്നെയാണ്, അതേ എക്സാം തന്നെയാണ് നിങ്ങൾ എഴുതുക. അതേ കുട്ടികളുടെ കൂടെ തന്നെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി ഹയർ സെക്കൻഡറി കോഴ്സ് ഓപ്പൺ റെഗുലറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ റെഗുലർ കോഴ്സിൽ പ്രാക്ടിക്കൽ അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നു. സംസ്ഥാന ഹയർ സെക്കൻഡറി റെഗുലർ കോഴ്സിന് സമാനമാണിത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് ഒരു ഓപ്പൺ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾക്ക് കിട്ടുക. സാധാരണ +2 സ്കൂളിൽ പോയ കുട്ടിക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ആണോ കിട്ടുക, അതേ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. കോഴ്സിൻ്റെ ഉള്ളടക്കം നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം, പൊതുപരീക്ഷ, സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം സമാനത പുലർത്തും എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. അതുകൊണ്ട് സ്കോൾ കേരള തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി പഠന പിന്തുണ സംവിധാനം, എന്തൊക്കെ സംവിധാനങ്ങളാണ് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഈ PDF നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. മുഴുവനായിട്ട് വായിച്ച് നോക്കാം. ഞാനിതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽസും കോണ്ടാക്ട് ക്ലാസ്സുകൾ, ലാബിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ അവധി ദിവസങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോണ്ടാക്ട് ക്ലാസ് സ്റ്റഡി സെൻറ്റേഴ്സിൽ സ്കൂളുകളിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. എക്സാം കൃത്യമായിട്ട് പഠിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാണ്. നമ്മുടെ നോക്കാൻ ടീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് സ്റ്റുഡൻറ്റിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്കത് പഠിച്ചെടുക്കുക തന്നെ വേണം. ഓക്കെ, ഇനി കോണ്ടാക്ട് ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഇതാണ്. 1ാം വർഷം ഓരോ വിഷയത്തിനും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി തിരഞ്ഞെടുക്കുന്ന കുട്ടി, പിന്നെ 2 ലാംഗ്വേജ്, ടോട്ടൽ 6 സബ്ജക്റ്റ് ഉണ്ടാകും. 6 സബ്ജക്റ്റിലും 30 മണിക്കൂർ വീതമാണ്. ഓരോ സബ്ജക്റ്റിനും 30 മണിക്കൂർ വീതമാണ് കോണ്ടാക്ട് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകൾക്ക് 30 മണിക്കൂർ തിയറി ഉണ്ടാവും. 20 മണിക്കൂർ വീതം പ്രാക്ടിക്കലിൻ്റെ ക്ലാസ്സുകളും ഈ സ്കൂളുകളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 30 മണിക്കൂർ വീതം തിയറിയാണ് ഉണ്ടായിരിക്കുക. ഓപ്പൺ റെഗുലർ കോഴ്സിന് തിരഞ്ഞെടുക്കുന്ന സബ്ജക്ട് കോമ്പിനേഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കോമ്പിനേഷൻസ് ആണുള്ളത്. ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്യണം. സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് മലയാളം, ഹിന്ദി, സംസ്കൃതം, അറബിക്, ഉറുദു പോലുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം. പിന്നെയുള്ള 3 സബ്ജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, കോമ്പിനേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി, ഇങ്ങനെ 3 കോമ്പിനേഷൻസ് ആണ് കുട്ടികൾക്ക് ഈ ഒരു
ഗ്രൂപ്പിലൂടെ, പ്രത്യേകിച്ച് സയൻസ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഹ്യൂമാനിറ്റീസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന കോമ്പിനേഷൻസ് ആക്ച്വലി എന്താണ്, ഹ്യൂമാനിറ്റീസ് അതുപോലെ കൊമേഴ്സ് ഗ്രൂപ്പിലൊക്കെ ഈ കാണുന്ന കോമ്പിനേഷൻസും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഈ കാണുന്ന കോമ്പിനേഷൻസ് ആണ് സ്കോൾ കേരള വഴി അവൈലബിൾ ആയിട്ടുള്ളത്. എത്രയാണ് ഇതിന്റെ ഫീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. സയൻസ് ഗ്രൂപ്പ് എടുക്കുന്ന ആളുകൾക്ക് ഇതാ ആകെ കോഴ്സിന്റെ ഫീസ് 3850 രൂപയാണ്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ആളുകൾക്ക് 4050 വരും. സൈക്കോളജി തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കും ടോട്ടൽ ഒരു വർഷത്തേക്കുള്ള ആകെ കോഴ്സ് ഫീസാണ്. അണ്ടർസ്റ്റുഡ്. ആകെയുള്ള കോഴ്സ് ഫീസ് വെറും 3850 രൂപയാണ്. ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇതാ 2800 2100 കൊമേഴ്സും അതിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ വളരെ ചെറിയ ഫീസിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് +1 +2 കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിലേക്ക് ഞാൻ പോവുകയാണ്. ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്ക് skolkerala.org ആണ്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ആവശ്യമാണ്. നിങ്ങളുടെ ഫോട്ടോ, 10th ഡീറ്റെയിൽസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 ഓപ്ഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ളത്. 24-25 അക്കാഡമിക് ഇയറിൽ സംസ്ഥാനത്ത് നിന്നും SSLC പരീക്ഷ വിജയിച്ച ആളുകൾ, ഇപ്പോൾ 10th SSLC കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ 2009 മാർച്ച് മുതലുള്ള SSLC പരീക്ഷയിൽ ആദ്യ ചാൻസിൽ ഉപരിപഠന യോഗ്യത നേടിയവരും എന്ത് ചെയ്യാൻ പറ്റും, SSLC 2009 ഓൺവേർഡ്സ് എന്ന ലിങ്കിലൂടെ വേണം രജിസ്റ്റർ ചെയ്യാൻ. ഓക്കെ, ബേസിക്കലി കേരള സിലബസിൽ പഠിച്ച കുട്ടികൾ 2009 മുതൽ പഠിച്ച ആളുകൾ എന്ത് ചെയ്യണം, ഈ ലിങ്കിലൂടെ വേണം രജിസ്റ്റർ ചെയ്യാൻ. ഇനി രണ്ടാമത്തെ ലിങ്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ബോർഡ് CBSE, ICSE, NIOS 10th കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അതേഴ്സ് എന്ന ലിങ്കിലൂടെയാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് 2 ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾ കേരള സിലബസ് 2009 മുതൽ പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ ആ SSLC 2009 ഓൺവേർഡ്സ് സെലക്ട് ചെയ്യുക. അതേഴ്സ് ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം, അതേഴ്സ് എന്ന് പറയുന്ന ലിങ്കിലൂടെ വേണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. രജിസ്ട്രേഷൻ ആവശ്യമായത് ഫോട്ടോൻ്റെ സൈസ്, കാര്യങ്ങൾ, അതിൻ്റെ എത്ര സൈസ് വേണം, എത്ര ഡയമെൻഷൻ വേണം, വിദ്യാർത്ഥി 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 2009 മുതൽ ആദ്യ ചാൻസിൽ ക്വാളിഫൈ ചെയ്ത ആളുകൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. ഇതൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈസിലി എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ റെഗുലർ വിദ്യാർത്ഥികൾ 3 സ്റ്റഡി സെൻറ്റേഴ്സ് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ജില്ലയിലെ 3 സ്കൂളുകൾ, അപ്പോൾ അതിൽ ഏതാണ് കിട്ടുക എന്നുള്ളത് ഒരു 1-2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അറിയാൻ സാധിക്കുക. ഹയർ സെക്കൻഡറി കോഴ്സ് പ്രൈവറ്റ് വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ 10 കേന്ദ്രങ്ങൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. അപ്പോൾ ഓപ്പൺ റെഗുലർ സയൻസ് ഒക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ 3 സ്കൂളുകൾ പ്രയോറിറ്റി ഓർഡർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സെലക്ട് ചെയ്യാൻ കൊടുക്കണം. നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള 3 സ്കൂളുകൾ എന്ത് ചെയ്യുക, 1, 2, 3 ആയിട്ട് എന്ത് ചെയ്യുക, ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യാം. ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ കുറഞ്ഞത് 50 വിദ്യാർത്ഥികൾ ഉണ്ടാവുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ കുറേ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വായിച്ച് നോക്കാൻ പറ്റും. ആൻഡ് ഫൈനലി ഓരോ ജില്ലയിലെയും സ്കോൾ കേരളയുടെ കോൺടാക്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി സെൻറ്റേഴ്സിനായി സെലക്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് സ്കൂളുകളുടെ ലിസ്റ്റും നമ്മുടെ പ്രോസ്പെക്ടസിൽ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത്രയും സ്കൂളുകളാണ്. ട്രിവാൻഡ്രത്തുള്ള ആളുകൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ ജില്ലയിലെ ഏതൊക്കെ സ്കൂളുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കൊല്ലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി, കൊല്ലം തുടങ്ങിയിട്ടുള്ള ഇത്രയും സ്കൂളുകളാണ് കൊല്ലം ജില്ലയിൽ സ്കോൾ കേരളയുടെ ഭാഗമായിട്ടുള്ളത്. ആലപ്പുഴയിൽ ഇത്രയും അധികം സ്കൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കോട്ടയത്താണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 ഏകദേശം 7-8 സ്കൂളുകളാണ് കോട്ടയത്തുള്ളത്. ഇടുക്കിയിലാണെന്നുണ്ടെങ്കിലും 6 സ്കൂളുകളാണ് സ്കോൾ കേരളയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. എറണാകുളത്ത് കുറച്ചധികം സ്കൂളുകളുണ്ട്. അതിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്കൂൾ ഏതാണെന്ന് നോക്കുക, അവിടെ നിങ്ങൾക്ക് സ്കോൾ കേരള രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾ സ്കൂളിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയാൻ അവിടെ അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ മേ ബി ആ ടീച്ചർക്ക് അതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് കേരളയുടെ നോട്ടിഫിക്കേഷനാണ്. എറണാകുളം തന്നെ കണ്ടിന്യൂ ചെയ്യണം. എറണാകുളത്ത് ഏകദേശം നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളൊക്കെ ഒരുപാടധികം സ്കൂളുകൾ സ്കോൾ കേരളയുടെ ഭാഗമായിട്ട് പല ഏരിയാസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം സ്കൂളുകൾ തൃശ്ശൂരിൻ്റെ സ്കോൾ കേരളയുടെ ലിസ്റ്റിൽ അവൈലബിൾ ആണ്. പൂങ്കുന്നം വരെ വരുന്ന ഇത്രയധികം സ്കൂളുകൾ അവൈലബിൾ ആണ്. ഇനി പാലക്കാട് വരികയാണെങ്കിൽ ഇത്രയും അധികം സ്കൂളുകളാണ് പാലക്കാട് സ്കോൾ കേരള ലിസ്റ്റിലുള്ളത്. കോഴിക്കോട്ടെ ലിസ്റ്റാണ് നിങ്ങൾക്ക് കാണുന്നത്. ഈ PDF-ൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതും ഇൻക്ലൂഡിങ് ഏതാണ്, ഇതും കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോടും ഏകദേശം നല്ല നമ്പർ ഓഫ് സ്കൂളുണ്ട്. മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നമ്പർ ഓഫ് സ്കൂളുകൾ നമുക്ക് കാണാം. മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂർ തുടങ്ങി എല്ലാ ഏരിയാസിലും വരുന്ന രൂപത്തിൽ സ്കൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വേങ്ങരയിലൊക്കെ 2 സ്കൂളുകൾ സ്കോൾ കേരളയുടെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. ഇനി വയനാട് 3 സ്കൂളുകൾ ആൻഡ് കണ്ണൂർ ഇത്രയധികം സ്കൂളുകൾ അഗെയിൻ ഉണ്ട്.
ഇതൊക്കെ കണ്ണൂരിലെ സ്കൂളുകൾ തന്നെയാണ്. ആൻഡ് ഫൈനലി കാസർഗോഡ് 1, 2, 3, 4 ഏകദേശം 7 സ്കൂളുകൾ നമുക്കിത് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ സ്കൂളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോൾ കേരളയുടെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ട് +1 +2 കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഫൈനലി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂള്, നിങ്ങൾ ആഗ്രഹിച്ച സയൻസ് കോഴ്സ് ഒരു 30 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് +1 +2 വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. JEE നീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഇത് സെലക്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് മുഴുവൻ സമയം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ്, വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാൻ കഴിയാത്ത ആളുകൾ, ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ആളുകൾ, ഗെയിമിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾക്കൊന്നും JEEക്ക് പ്രിപ്പയർ ചെയ്യാൻ ഈ ഓപ്ഷൻ എന്തല്ല അത്ര തന്നെ സ്യൂട്ടബിൾ ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്ത്, പക്ഷേ നിങ്ങളൊരു ഗെയിം അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ JEEക്ക് പഠിക്കുന്നതിന് പകരം നിങ്ങൾ വീട്ടിലിരുന്ന് ഗെയിം കളിക്കുകയാണ് ചെയ്യുക. അല്ലെ, പകൽ സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ പേരൻസ് വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം പോലും എന്തില്ല, വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് സ്കൂളിൽ പോകേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നല്ല ഡെഡിക്കേഷനുള്ള, സെൽഫ് ഡിസിപ്ലിൻഡ് ഉള്ള, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഓപ്ഷൻ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാത്ത ആളുകൾ എപ്പോഴും പാരൻസിൻ്റെ ഒരു കണ്ണ് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഗെയിം കളിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് ഇതെന്തല്ല, ഇത് അത്ര തന്നെ സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെയുള്ള ഡിസഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക, A+ വാങ്ങുക എന്നുള്ളത് കുട്ടിയുടെ ഉത്തരവാദിത്തമായിരിക്കും. ടീച്ചേഴ്സ് ആരും അധികം സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ പോകുന്ന ചുരുക്കം ചില ദിവസങ്ങളിൽ കോൺടാക്ട് ക്ലാസ്സുകൾ കിട്ടുമെന്നല്ലാതെ വേറെ സപ്പോർട്ടൊന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ സ്കൂളിൻ്റെ ആ ഒരു ബോർഡ് എക്സാമിൻ്റെ സമയം എത്തുന്ന ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് ക്ലാസ്സുകളൊക്കെ കണ്ട് ഒരു A+ലേക്കൊക്കെ എത്താനുള്ള ശ്രമം കുട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്തൊരു റിസ്ക്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, തീരുമാനമെടുക്കുക. ഇപ്പോൾ +1 ജോയിൻ ചെയ്ത ആളുകൾക്ക് TC വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോൾ കേരളയിലേക്ക് മാറാം. പക്ഷേ ഇപ്പോൾ +2 സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് സ്കോൾ കേരളയിലേക്ക് ഇനി മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല. അതുമാത്രമല്ല, നമുക്കറിയാം ഇനി ആ ഒരു 6 മാസമാണ് JEE എക്സാമിനുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഫോർമാലിറ്റീസ് എല്ലാം കവർ ചെയ്തിട്ട് വേണം +2 നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് സ്കോൾ കേരളയിലേക്ക് മാറാൻ. അപ്പോൾ അത് കുറച്ചും കൂടെ റിസ്ക്കിയാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, അഡ്വൈസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ 10th കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡിസിപ്ലിൻഡ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്, 2 വർഷം കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം നല്ല ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ നേരത്തെ കാണിച്ച ലിസ്റ്റിൽ നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും അടുത്തുള്ള ഒരു സ്കോൾ കേരള സെൻറ്റർ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് മാറാം. അപ്പോൾ പകൽ സമയം മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആകും. അത് 2 വർഷം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ താഴെ ചോദിക്കാം. രജിസ്ട്രേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ PDF-ൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഇതുപോലെ സംശയിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, എത്ര പ്രായം കഴിഞ്ഞ ആളുകൾക്കും 10th കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് വഴി എന്ത് ചെയ്യാൻ പറ്റും, +1 +2 പഠിച്ചെടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി പണ്ടെന്തെങ്കിലും +1ൻ്റെ പരീക്ഷ എഴുതി, +1ൻ്റെ പബ്ലിക് എക്സാമിൻ്റെ ഫീസൊക്കെ അടച്ചു, പക്ഷേ +2 നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ഒരു 5-6 വർഷം 10 വർഷം മുന്നേ +2 മാത്രമാണ് നിങ്ങൾക്ക് മിസ്സായിരുന്നുണ്ടെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ +2ലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമെന്നുണ്ടെങ്കിൽ CBSEയിൽ +1 കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് +2ലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോൾ കേരളയിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് താല്പര്യമുള്ള ആളുകൾ സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് ചോദിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.